കർണാടക സംഗീതത്തിന്റെ കുലപതിയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. 1896 സെപ്റ്റംബർ 14 പാലക്കാട്ടെ ചെമ്പൈ ഗ്രാമത്തിൽ ജനനം. കാര്യമായ സ്കൂൾ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ സംഗീതത്തിൽ വീഴുകയായിരുന്നു. 8ാം വയസ്സിൽ ചെമ്പൈയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം. അച്ഛൻ തന്നെയാണ് സംഗീത ഗുരു. അനുജൻ സുബ്രഹ്മണ്യനുമൊന്നിച്ച് സംഗീതാഭ്യസനം നടത്തിയെങ്കിലും ശോഭിച്ചത് വൈദ്യനാഥനായിരുന്നു. 1912 അദ്ദേഹത്തിന്റെ ശബ്ദം നിലച്ചു. പലവിധ ചികിത്സകളുമായി കഴിയവേ വയലിൻ വായനയിൽ പ്രാവീണ്യം നേടി. 6 വർഷത്തിനിടയിൽ ശബ്ദം തിരിച്ചുകിട്ടി. 1918 മദിരാശിയിൽ ആദ്യ കച്ചേരി നടത്തി. 1923 ചെമ്പൈ ഗ്രാമത്തിൽ സൗജന്യ സംഗീത വിദ്യാലയം ആരംഭിച്ചു. 1932 ആദ്യ ഗാനം ശബ്ദലേഖനം ചെയ്യുന്നത്. ചൌഡയ്യയുടെ വാണി എന്ന ചലച്ചിത്രത്തിൽ 1946 ഗാനത്തിന് ശബ്ദം നൽകി. സംഗീതത്തിന്റെ പരമോന്നത പുരസ്കാരമായ സംഗീത കലാനിധി ചെമ്പൈ കരസ്ഥമാക്കി. 1973 പത്മഭൂഷൺ. 1974 ഒക്ടോബർ 16 പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ കച്ചേരി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആകസ്മികമായ മരണം. ശബ്ദത്തിന്റെ ഗരിമ കൊണ്ട് സംഗീത ലോകം കീഴടക്കിയ ചെമ്പൈസ്ഥരായ ശിഷ്യർ ശബ്ദചക്രവർത്തിമാരായി സംഗീത ലോകത്ത് ഇപ്പോഴുമുണ്ട്. അരനൂറ്റാണ്ടിനു മുൻപ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായി ഉറൂബ് നടത്തിയ അഭിമുഖത്തിൽ നിന്ന്. അങ്ങയുടെ സംഗീതാഭ്യാസം എങ്ങനെയുണ്ടായത്? ആരുടെ അടുത്ത് വെച്ചാ പഠിച്ചത്? അച്ഛന്റെ അടുത്തും മുത്തച്ഛന്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ആരുടെ പഠിച്ചിട്ടില്ല. അപ്പോ പാരമ്പര്യമായിട്ട് തന്നെ സംഗീത വിദ്വാൻമാരുടെ ഒരു കുടുംബമായിരുന്നു അങ്ങയുടേത്? ഓ, എന്റെ അച്ഛന്റെ പേര് അനന്തഭാഗവതർ എന്നാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വൈദ്യഭാഗവതർ എന്നാണ്. അക്കാലത്ത് സംഗീതത്തിന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു നില എന്താ? ഇന്നത്തെ മാതിരി ആസ്വാദകന്മാരും ധാരാളം സംഗീതക്കാരും ഉണ്ടായിരുന്നോ? അന്നത്തെ കാലത്ത് ഇപ്പോ അത് പിന്നെ ഈ തൃപ്പണത്തിലോത്സവം വൈക്കത്തഷ്ടമി ഇങ്ങനെയൊക്കെ ഞാൻ പലരിക്കും പോവാറുണ്ട്. അന്ന് ഈ കച്ചേരിക്ക് പോകുമ്പോ കച്ചേരിക്ക് വരുന്നവരെ എല്ലാവരും കച്ചേരിക്ക് ഇരുന്ന് 1000-2000 ആളുകള് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ആ പാട്ടിനെ കേട്ടുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലത്ത് ഇപ്പൊ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് പാടിയാലും ആളുകൾക്കൊരു ഇതില്ല. റേഡിയോയിൽ കേൾക്കുന്നുണ്ട്. 970 മുതൽ കൊണ്ട് ഇങ്ങോട്ട് റേഡിയോയിൽ കേൾക്കാം. അതിൽ പിന്നെ ആളുകൾക്ക് ഈ പാട്ടിലെ ശ്രദ്ധ കുറവായിട്ടാണ് കാണുന്നത്, എന്റെ അഭിപ്രായത്തിൽ. അതെ, അങ്ങക്ക് ഞാനൊരാളായി എന്നൊരു സംതൃപ്തി ഉണ്ടാവുമല്ലോ. അങ്ങനെ തോന്നിയ കച്ചേരി ഏതാ ആദ്യത്തത്? കൃഷ്ണാപള്ളിയിലെ മലക്കോട്ട ഗോവിന്ദസ്വാമി പിള്ള പിടില്, അഴകൻ തമ്പി മൃദംഗം, ദക്ഷിണാമൂർത്തി ഗിഞ്ചറ, ഇതെല്ലാം കൂടിയിട്ട് 916 ഒരു കച്ചേരി ഉണ്ടായി ആദ്യമായിട്ട്. ഈ പക്കമേളക്കാരന്ന് വലിയ വിദ്വാൻമാരാണ്. അന്ന് ഉള്ളതിൽ വെച്ച് വലിയ വിദ്വാൻമാരാണ് അവര്. ഇന്നും അവരുണ്ടെങ്കിൽ അവര് വിദ്വാൻ വലിയ ആളുകൾ തന്നെയാണ്. അതുപോലെ ഒരു മൃദംഗത്തിലോ പിടിലോ ഗിഞ്ചറയിലോ ഇതുവരെയും എന്റെ അറിവപ്പെട്ടിടത്തോളം ഞാൻ ആരെയും കണ്ടിട്ടില്ല. അന്ന് അവരൊക്കെ പാടുകൂടി വായിച്ചു. അന്ന് ഒരു ആര്യഗാന സഭ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണാപള്ളി നൂറ്റിക്കാൽ മണ്ഡപത്തിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ പോയി പാടി. അവർക്കൊക്കെ സന്തോഷം. അവരും ക്ഷണിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഞാനും അവർക്കും സന്തോഷമായി. എനിക്കും ഞാനൊരു വലിയ പാട്ടുകാരനാണെന്ന് തോന്നിയിട്ടുണ്ട്. 125 ഉറുപ്പിയും കിട്ടി. പിന്നെ ചോദിക്കാനില്ലല്ലോ, കിട്ടിയാൽ സന്തോഷിക്കാത്ത മനുഷ്യനെ ആരും ഇല്ലല്ലോ. അതാണ് ആദ്യത്തെ കച്ചേരിയിൽ ഒരു തുകയായിട്ടൊരു പണവും ഇതൊക്കെ കിട്ടിയത്. അത് ശരി. അന്നത്തെ ആ സദസ്സ് എങ്ങനെ? സദസ്സ് അന്ന് ഇതുപോലെ തന്നെയാണ്. 1000 ആളുണ്ടെന്ന് പാട്ട് കച്ചേരി കേൾക്കാൻ. ഒരു നിശബ്ദം ആയിട്ടാണെന്ന് കേട്ടുള്ളത്. പാട്ട് കച്ചേരി കഴിയുമ്പോഴേക്കും ഞാൻ വായിക്കുമ്പോൾ പാടുമ്പോൾ കൈകൂട്ടും, ഗോവിന്ദസ്വാമി വായിക്കുമ്പോൾ കൈകൂട്ടും, മൃദംഗം വായിക്കുമ്പോൾ കൈകൂട്ടും. അങ്ങനെ ഇങ്ങനെയായിട്ടാ കഴിഞ്ഞത്. വളരെ ഉത്സാഹമായിരുന്നു. വളരെ ഉത്സാഹമായിരുന്നു ആ കച്ചേരി. പിന്നെ ഈ പഴയ കാലത്ത്, അതായത് അങ്ങയുടെ ചെറുപ്പത്തിലെ അങ്ങ് ഏറ്റവും ആകർഷിച്ചിട്ടുള്ള സംഗീതക്കാരനാണ്? പഴയ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള പാട്ട് ഏത് പാട്ടാ അധികം ആകർഷിച്ചത്? ആ കാലത്ത് നമ്മുടെ രാജ്യത്തിലെ അനന്തരാമ ഭാഗവതർ എന്നൊരാളുണ്ടായിരുന്നു. അനന്തരാമ ഭാഗവതർ? അതെ, അദ്ദേഹത്തിന്റെ പാട്ടാണ് എല്ലാത്തിലും ഇതായിട്ട് ആകർഷിച്ചിട്ടുള്ള പാട്ട്. അനന്തരാമ ഭാഗവതർ എന്താ വെച്ചാൽ ശ്രുതിജ്ഞാനം, ആ ഒരു ശാരീരത്തിലുള്ള ഒരു ഇതെല്ലാം കൂടിയിട്ട് ആ പാട്ടിലാണ് ഒരു ഭ്രമം ഉണ്ടായിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ അനേക ദിക്കിൽ അദ്ദേഹത്തിന്റെ പാട്ട് കച്ചേരിക്ക് ഞാൻ പോയിട്ടുണ്ട്. രണ്ടാളും കൂടി ഒരു കല്യാണത്തിന് തന്നെ കച്ചേരി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്റെ പാട്ട് കേൾക്കാൻ വന്നിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തിന്റെ പാട്ട് കച്ചേരി അനേക ദിക്കിൽ പോയി കേട്ടിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഒന്നും. ആ കാലത്ത് അതാണ് അങ്ങേ ഏറ്റവും അധികം ആകർഷിച്ചത്. അതെ. പിന്നെ എല്ലാ കച്ചേരിയിലും വിടാതെ പാടുന്ന പല രാഗങ്ങളുണ്ടോ?
ഉണ്ടെങ്കിൽ ആ രാഗങ്ങളോട് പ്രത്യേകത ഉണ്ടായിട്ടാവണല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടോ? എനിക്ക് എല്ലാ കച്ചേരിയിലും വിടാണ്ട പാടാൻ ഞാൻ എല്ലാ കച്ചേരിയിലും വിടാതെ കൊണ്ട് പാടുന്നത് ഈ ഭൈരവി വർണ്ണം എല്ലാ കച്ചേരിയിലും വിടാതെ കൊണ്ട് പാടും. വാതാപി ഗണപതി ഭജെ വിടാതെ കൊണ്ട് പാടും. പിന്നെ രഘുവര എന്നുള്ളതും വിടാതെ കൊണ്ട് അനേകം മുക്കാലെ അരയ്ക്കാലും 199 ഇത് പാടാതെ കൊണ്ടുള്ള കച്ചേരി എനിക്ക് ഒരു 50 കൊല്ലായിട്ട് തോന്നുന്നില്ല. അത് ശരി. പാടും പഠിപ്പിക്കുമല്ലാതെ സംഗീതത്തിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാടും പഠിപ്പിക്കുന്നതല്ലാതെ വേറെ വല്ല ചെയ്ത് ഇപ്പോ 1944 മദ്രാശിയില് ഈ ലളിതാദാസൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് ലളിതാംബിയെ പേരിൽ കുറെ കീർത്തനങ്ങളും ഗുരുവായൂരപ്പന്റെ പേരിലൊക്കെ ഉണ്ടാക്കി അതൊന്ന് സ്വരപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് എന്നെ മദ്രാശിക്ക് വിളിച്ചു. അത് പോയി ഒരു 113 കീർത്തനം സ്വരപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിപ്പോ പാടാറുണ്ടോ സാധാരണ? ചിലത് പാടും, ചിലത് മറന്നുപോയി. വയസ്സായ കാലത്ത് ചില കുട്ടികൾ അതൊക്കെ എല്ലാവർക്കും പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ നടപ്പുണ്ട്.